ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 64 പോയിൻറ്റ്സിൻ്റെ ഗെയിനായിരുന്നു റിപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. 12,760 ഓപ്പണായ മാർക്കറ്റ് 64 പോയിൻറ്റ്സിലധികം ഉയർന്ന് 12,938 ഇന്ന് എൻഡായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു റേഞ്ച് ബോർഡായിട്ടുള്ള ഒരു സെഷനായിരുന്നു കാണാനുണ്ടായിരുന്നത്. ഒരു സെക്കൻഡ് ഹാഫിലായിരുന്നു നിഫ്റ്റിയിൽ നല്ലൊരു ഗെയിൻ റിപ്പോർട്ട് ചെയ്തത്. രാവിലെ ഒരു SGX നിഫ്റ്റി ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആയത്. പിന്നീട് ഒരു ഗെയിൻ ലോസിൻ്റെ ഒരു റേഞ്ചിൽ നിന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഇന്ന് നിഫ്റ്റിക്ക് നല്ലൊരു ഗെയിൻ കരുത്ത് പകർന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിൻസർവ്, ഇൻഡസിൻഡ് ബാങ്ക്, L&T ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടറൽ വൈസ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിങ്, ഓട്ടോ ഈ ഒരു രണ്ട് സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ നേടിക്കൊടുത്തതും. അതേപോലെ തന്നെ FMCG, IT, ഫാർമ ഈ മൂന്ന് സെക്ടറുകളായിരുന്നു ഇന്ന് ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. ഫാർമയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും രണ്ടാം ദിവസവും ഒരു ഡിക്ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ അനാലിസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സിന് ഒരു വാർണിംഗ് തരുന്നു എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്നത്തെ ഒരു പാറ്റേൺ വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. അതും ആ ഒരു ഏകദേശം 12,938 എൻഡായിട്ടുണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ വീണ്ടും ഒരു അപ്സൈഡ് ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിക്ക് ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് 13,000 റേഞ്ചാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു 13,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു റാലി മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടായിട്ട് ഏകദേശം 12,800 റേഞ്ചുകളിലാണ് നിഫ്റ്റിക്ക് ഇപ്പോൾ ഒരു സമയത്ത് സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ച് ന്യൂസുകളും വന്നിട്ടുണ്ട് കൊറോണ വാക്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊക്കെ മാർക്കറ്റ് വീണ്ടും ഒരു ബൂസ്റ്റ് നൽകാനുള്ള സാധ്യതകൾ വരും ദിവസങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് ബാങ്ക് നിഫ്റ്റിയിൽ പ്ലോട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് RSI ഇൻഡിക്കേറ്ററിലെ വാല്യൂ ഓവർബോട്ട് റീജിയനിലാണ് ട്രേഡ് ആവുന്നത്. എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ സ്റ്റോക്കുകളിൽ ഒരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് കണ്ടുവരുന്നത്. പക്ഷേ ഒരു മണി കൺട്രോളിൽ കണ്ട ഒരു ആർട്ടിക്കിളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ വന്ന ഒരു അപ് ട്രെൻഡ് അതൊരു കൊറോണ വാക്സിൻ എക്കോണമിയുടെ റിക്കവറിക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു ബൂസ്റ്റ് പകർന്ന് നൽകിയത്. അതുപോലെ തന്നെ ഇപ്പോൾ മാക്സിമം നല്ലൊരു റിക്കവറിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി ഒരു അടുത്ത Q3 റിസൾട്ട് വരുന്നത് വരെ ഒരു കൺസോളിഡേഷൻ മോഡിൽ പോകാനുള്ള സാധ്യതകൾ മിക്ക അനലിസ്റ്റുകളും പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത Q3 റിസൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും അടുത്ത മൂവുകൾ ഉണ്ടാവുക എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രൊഡിക്ഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു അനാലിസിസ് നടത്തുക, അത് തുടർന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 29,000 റേഞ്ചുകളിലാണ് ഈ ഒരു സമയത്ത് സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിൽ നാസ്ഡാക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റ് ഇന്നൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രെൻഡ് കണ്ടുവരുന്നു. SGX നിഫ്റ്റി ബോർഡറിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഡിക്ലൈൻ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ചായിട്ട് വീണ്ടും ഒരു ഗെയിൻ 27 പൈസ ഉയർന്ന് 74.2 ഇന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വീണ്ടും നല്ലൊരു പോസിറ്റീവ് മൂഡിലാണ് നിലനിൽക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 3,000 കോടിയിലധികം ഒരു പർച്ചേസ് നടത്തിയിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് 2,789 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ഇന്നും നടന്നിരിക്കുന്നു. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ട്രെൻഡാണ് ഈ ഒരു മാസം മുഴുവനായിട്ടും കണ്ടുവരുന്നത്. ഈ ഒരു മാസം മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ 41,000 കോടിക്ക് മുകളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ബുള്ളിഷായിട്ടുള്ള ഒരു മൂഡിലാണ് നിലനിൽക്കുന്നതും. അപ്പം ഇന്ത്യൻ മാർക്കറ്റിന് ഇതൊരു കരുത്ത് പകരുന്നതായിട്ടാണ് കാണാനുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ SGX നിഫ്റ്റിയുടെ ട്രെൻഡൊക്കെ ഒരു റേഞ്ച് ബോർഡുള്ള ഒരു ട്രേഡിങ്ങിനുള്ളൊരു സാധ്യതകളാണ് ഈ ഒരു സമയത്ത് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ അനാലിസിസിലേക്ക് വരികയാണെങ്കിൽ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു കൺസോളിഡേഷൻ മൂഡിൽ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോർഡായിട്ട് ഒരു സെഷൻസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് അതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. നല്ലൊരു വോളിയത്തിലുമാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ട്രേഡിങ്ങിനും അതുപോലെ തന്നെ അടുത്തൊരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. 931 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് വരും ദിവസങ്ങളിൽ കിട്ടുകയാണെങ്കിൽ അടുത്തൊരു പോസിബിലിറ്റി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ LIC ഹൗസിംഗ് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കിലും
കഴിഞ്ഞ 2-3 ദിവസത്തെ ഒരു കൺസോളിഡേഷന് ശേഷം വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ പ്ലോട്ട് ആയിട്ടുണ്ട്. പ്രീവിയസ് ഹൈയിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ നടന്നിരിക്കുന്നു. അത്യാവശ്യം നല്ല വോളിയത്തിലാണ് ഈ ഒരു സ്റ്റോക്കും ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ 333 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു ഓപ്പണിംഗ് അല്ലെങ്കിൽ നല്ലൊരു പ്രതീക്ഷകൾ നിലനിൽക്കുന്നുണ്ട്. മഹീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ കുറച്ച് വാർത്തകൾ കണ്ടിരുന്നു, പ്രത്യേകിച്ചും അവരുടെ K2 ട്രാക്ടറിൻ്റെ പുതിയൊരു ഫെസിലിറ്റീൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെ തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാനുള്ളത്. നല്ല വോളിയത്തിലും ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ആവുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളുടെ ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. മഹീന്ദ്ര മാത്രമല്ല, മഹീന്ദ്ര ഫിനാൻസിലും ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് കാണാനുണ്ടായിരുന്നു. നല്ലൊരു പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്കൗട്ടുകളൊക്കെ ഈ ഒരു സ്റ്റോക്കിലും നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സ്റ്റോക്കിനെയും കൺസിഡർ ചെയ്യുക നിങ്ങളുടെ അനാലിസിസിലേക്ക്. ഇനി അടുത്തായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് സ്റ്റോക്കുകൾ, അമരരാജ ബാറ്ററീസ്. ഈ ഒരു സ്റ്റോക്കിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു റേഞ്ച് ബോർഡായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് ഇന്ന് കാണാനുള്ളത്. ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. വീണ്ടും ആ ഒരു പ്രീവിയസ് ഒരു റേഞ്ചിൻ്റെ ഹൈ വരെ പോയിരുന്നുവെങ്കിലും ബ്രേക്കൗട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്കൗട്ടുകൾ വരുന്നുണ്ടോ എന്ന്, ഈ റേഞ്ചിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ വരുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അശോക് ലൈലാൻഡിലും നല്ല വോളിയത്തിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രേഡിംഗ് പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷ് സിഗ്നൽസ് ആണ് ഈ ഒരു സ്റ്റോക്കിലും കാണാനുള്ളത്. അപ്പം ഈ ഒരു സ്റ്റോക്കിനെയും ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് ജിയോജിത് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് 6 സ്റ്റോക്കുകളിലൊരു അപ്സൈഡ് കാണാനുള്ള സാധ്യതകൾ പറയുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ഡാബർ ഇന്ത്യ. ഇപ്പോൾ ഡാബർ ഇന്ത്യൻ്റെ ഒരു ചാർട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് ഒരു റേഞ്ച് ബൗണ്ടർ ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റേഞ്ചിൻ്റെ ലോയിൽ വന്നതിന് ശേഷം ഒരു റിവേഴ്സൽ, വീണ്ടും ആ ഒരു റേഞ്ചിൻ്റെ ലോയിലേക്ക് വരുന്നു, റിവേഴ്സൽ, അപ്സൈഡ് വരെ അപ്പർ ബാൻഡ് വരെ പോകുന്നു, വീണ്ടും റിവേഴ്സൽ. ഇപ്പോൾ വീണ്ടും ആ ഒരു റേഞ്ചിൻ്റെ ലോയിൽ വന്ന് ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഡൗണിലേക്ക് ബ്രേക്കൗട്ടുകൾ വരുന്നുണ്ടോ അതോ ഇവിടുന്ന് ഒരു റിവേഴ്സലിനുള്ള സൂചനകളാണോ തരുന്നതെന്നൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു റിവേഴ്സലിനുള്ള ഒരു കൺഫർമേഷൻ, ഒരു അപ്ട്രെൻഡിനുള്ള ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്വിംഗ് ട്രേഡിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി ഡാബർ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ജിയോജിത്ത് പറയുന്ന ബാക്കിയുള്ള 5 സ്റ്റോക്കുകൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ കെ ലക്ഷ്മി സിമെൻറ്റ്സ്, മണപ്പുറം ഫിനാൻസ്, SBI, ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്, എയർടെൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അനാലിസിസ് നടത്തുക. അപ്പോൾ ആ ഒരു സ്റ്റോക്കിലുള്ള ഇവർ പറയുന്നത് പോലെ ഒരു അപ്സൈഡിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എൻട്രികൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഹിഡാൽക്കോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് സിഗ്നൽസ് ആണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുവരുന്നത്. ഇന്നും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ഉണ്ട്, നല്ല വോളിയത്തിലുമാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കും നിങ്ങളൊന്ന് അനാലിസിസ് ചെയ്യുക. ഇനി ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 12 ദിവസങ്ങളിലായിട്ട് ഒരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് വരുന്നത്. ഡോജി പാറ്റേണൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ടായിട്ടുണ്ട്. 2011 ശേഷമുള്ള ഏറ്റവും നല്ലൊരു റാലി എന്നാണ് ഇന്ന് ഒരു ആർട്ടിക്കിളിൽ കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോളോ ടയർ നമ്മൾ ഇന്നലെ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ബുള്ളിഷ് സിഗ്നൽ ആണ് എങ്കിലും ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡിൻ്റെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം എൻട്രികൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് പവർ ഗ്രിഡിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിലൊരു റിവേഴ്സലിനുള്ള ഒരു സൂചനകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ബിയറിഷ് ക്യാൻഡിലാണ് കഴിഞ്ഞ ഒരു 3 ദിവസങ്ങളായിട്ട് പ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ITCയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബിയറിഷ് റിവേഴ്സൽ കൺഫേം ആയിട്ടുണ്ട്. വീണ്ടും ഒരു ബിയറിഷ് സിഗ്നലാണ് ഇന്നും പ്ലോട്ട് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് എൻട്രികളൊക്കെ നമുക്ക് അടുത്തൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ആലോചിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡറൊക്കെ ആണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൺസിഡർ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് മണി കൺട്രോൾ വന്നൊരു ന്യൂസാണ് ഫീസർ അതുപോലെ തന്നെ ബയോഇൻടെക് ഇവരുടെ ഒരു കൊറോണ വാക്സിൻ്റെ ഫേസ് 3 ഫൈനൽ റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 95% എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട്സ് ആണ് കാണിച്ചിരിക്കുന്നതെന്നൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വീണ്ടും മാർക്കറ്റിനൊരു പുഷ് നൽകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസ്, അതായത് മാർക്കറ്റിനൊരു പോസിറ്റീവ് മൂഡ് കൊടുക്കാനുള്ള ന്യൂസായിട്ട് നിലനിൽക്കുന്നത് ഇത് തന്നെയാണ്. അപ്പം കഴിഞ്ഞ ന്യൂസുകളിൽ നമ്മൾ കണ്ടായിരുന്നു ഇവരുടെ വാക്സിന് 92% ഇൻ്റർവ്യൂ റിസൾട്ട്സ് ഒക്കെ 92%-ലധികം ഇഫക്റ്റീവ്നെസ് കാണിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അത് 95% എഫക്റ്റീവ്നെസ് കാണിക്കുന്നു എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക ഫീസറിൻ്റെ. അതുപോലെ തന്നെ ഈ ഒരു ന്യൂസും മാർക്കറ്റിന് ഒരു പോസിറ്റീവ് മൂഡ് നൽകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ഇനി അടുത്തതായിട്ട് ഗോൾഡ്മാൻ സാക്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയുടെ GDP എസ്റ്റിമേറ്റ് വീണ്ടും റിവൈസ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് അവർ 14.8%
കോൺട്രാക്ഷൻ ആയിരിക്കും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാവുക എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നിരുന്നാൽ അത് വീണ്ടും അവർ റിവൈസ് ചെയ്ത് 10.3% ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാകുമ്പോഴത്തേക്കും 13% ഒരു റിക്കവറി വരും, റീബൗണ്ട് ചെയ്യും എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് L&Tയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസ്ട്രക്ഷൻ ആൻഡ് മൈനിങ് എക്യുപ്മെൻറ്റ് ബിസിനസ് ടാറ്റ സ്റ്റീലിൽ നിന്ന് ഏകദേശം നല്ലൊരു ബിഗസ്റ്റ് എവർ ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓർഡർ വിൻ ചെയ്തിരിക്കുന്നു. അത് L&Tക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ L&Tനെ കുറച്ച് ഓർഡർ വിന്നുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് സദ്ഭവ് എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏകദേശം 1572 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും. ഇനി അതുപോലെ തന്നെ വണ്ടർല ഹോളിഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അവർക്ക് നവംബർ 20 മുതൽ അവരുടെ വാട്ടർ റൈഡ്സും ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഇതിനു മുമ്പ് അവർ ഡ്രൈ റൈഡ്സുകൾ മാത്രമായിരുന്നു നവംബർ 13 മുതൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ റൈഡുകളോട് ഓപ്പൺ ആകുന്നു. അപ്പോൾ ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഇന്ന് നല്ലൊരു പോസിറ്റീവ് അപ് ട്രെൻഡിൽ ഈ ഒരു സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് സിപ്ലയെ സംബന്ധിച്ചിടത്തോളം അവർ കൊറോണയുടെ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് കിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബെൽജിയം ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടിജി അവരുമായിട്ടൊരു ലൈസൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേദാന്തയെ സംബന്ധിച്ചിടത്തോളം അവർ ഭാരത് പെട്രോളിയത്തിൻ്റെ സ്റ്റേക്കിൽ ഗവൺമെൻറ് വിൽക്കാൻ പോകുന്ന സ്റ്റേക്ക് വാങ്ങാനുള്ളൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നവംബർ 16 ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇവരും ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തു എന്ന രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റുകൾ കാണാനുണ്ടായിരുന്നു. അതുമാത്രമല്ല വേദാന്തയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനു മുമ്പ് കണ്ടൊരു വാർത്തയായിരുന്നു അവർ മാർക്കറ്റിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യാനായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത്. എന്നിരുന്നാലും ആ ഡീലിസ്റ്റിംഗ് പ്രോസസ്സൊക്കെ ഫെയിലായി. എന്നിരുന്നാലും ഇന്ന് എക്കണോമിക് ടൈംസിൽ വന്നൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീലിസ്റ്റിംഗ് ഫെയിലായി എങ്കിലും അവരുടെ കമ്പനിയിലുള്ള സ്റ്റേക്ക് 75% ഉയർത്താനായിട്ട് പരിഗണിക്കുന്നു എന്നൊരു ന്യൂസ് അപ്ഡേറ്റുകൾ കാണാനുണ്ട്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഷെയറുകൾ പർച്ചേസ് ചെയ്യാനും അതുമൂലം 75% അവരുടെ സ്റ്റേക്ക് ഉയർത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അതിനുള്ളൊരു ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊരു ന്യൂസ് അപ്ഡേറ്റുകൾ എക്കണോമിക് ടൈംസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ലക്ഷ്മി വിലാസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം RBI അവരുടെ മേൽ 1 മാസത്തേക്കുള്ള ഒരു മൊറട്ടോറിയം ചുമത്തിയിരിക്കുന്നു. അതുമാത്രമല്ല DBSയുമായിട്ട് മെർജ് ചെയ്യാനുള്ള ഒരു പ്രൊപ്പോസലും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസുകളെ തുടർന്ന് ഇന്ന് 20% ലോവർ സർക്യൂട്ടിൽ ഈ ഒരു സ്റ്റോക്ക് ഹിറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിലൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. നിങ്ങൾ ഈ ഒരു ന്യൂസുകളും ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനാലിസിസ് ഒക്കെ നടത്തുക. കണ്ടെത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.